ഹായ്, ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ്, മാത്രമല്ല കോൺസ്റ്റന്റിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ ക്ലാസ്സിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. L of f of t equal to integral 0 to infinity e raised to minus st into f of t dt. ഈ രീതിയിലാണ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഇൻ t ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് രണ്ടാമതായിട്ട് പഠിക്കാനുള്ളത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, അതായത് e raised to at. e raised to at എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കണം. That's equal to integral 0 to infinity e raised to minus st into f of t എന്ന് പറഞ്ഞാൽ ഈ കേസിൽ e raised to minus at, e raised to at dt. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം integral 0 to infinity e raised to minus st into e raised to at, that's equal to e raised to minus st plus at dt. That's equal to integral 0 to infinity e raised to, മേലെ നോക്കുകയാണെങ്കിൽ രണ്ട് സ്ഥലത്തും t കോമൺ ആണ്, ടീനെ പുറത്ത് വെക്കാൻ പറ്റും. അപ്പം മൈനസ് എസ് പ്ലസ് എ ടി ഡി ടി. ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ടി അല്ലാത്ത എല്ലാ ആൾക്കാരും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഈ കേസിൽ കോൺസ്റ്റന്റ് മൈനസ് എസ് പ്ലസ് എ ആണ്, അതായിരിക്കും ഡിനോമിനേറ്ററിൽ വരിക. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus s plus a t divided by minus s plus a. 0 to infinity ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്താൻ പോവാണ്. നമുക്ക് ഈ ഒരു മൈനസ് എസ് പ്ലസ് എ എന്ന് മൈനസിനെ പുറത്ത് വെക്കാൻ പോവാണ്. അത് ലാസ്റ്റത്തെ റിസൾട്ടിലേക്ക് എത്തുമ്പോൾ എന്തായാലും ചെയ്യാനുള്ളതാണ്. ഞാൻ ആദ്യം ഇവിടെ ആദ്യം ചെയ്തു വെക്കാണ് ഇവിടെ. അപ്പം e raised to മൈനസിനെ പുറത്ത് വെക്കുകയാണെങ്കിൽ എസ് മൈനസ് എ ടി ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എ 0 to infinity ലിമിറ്റ്. ദാറ്റ്സ് ഈക്വൽ ടു, ടി അല്ലാത്ത ആൾക്കാരൊക്കെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ മൈനസ് ഓഫ് എസ് മൈനസ് എനെ പുറത്ത് വെക്കാൻ പറ്റും. അപ്പം ആ ഒരു മൈനസിനെ ഞാൻ ന്യൂമറേറ്ററിൽ എഴുതി മൈനസ് 1 ബൈ എസ് മൈനസ് എ ബ്രാക്കറ്റിൽ e raised to മൈനസ് ഓഫ് എസ് മൈനസ് എ ടി 0 to infinity. അപ്പം ഈ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുന്ന കേസിൽ എസ് ഗ്രേറ്റർ ദാൻ എ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കോൺസ്റ്റന്റിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുന്ന കേസിൽ എസ് ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ കേസിൽ എസ് ഗ്രേറ്റർ ദാൻ എ മീൻസ് എസ് മൈനസ് എ പോസിറ്റീവ് ആണ്. അപ്പം ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന കേസിൽ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1 ബൈ എസ് മൈനസ് എ ഇൻറ്റു, നമ്മൾ അപ്പർ ലിമിറ്റ് ആയ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ e raised to മൈനസ് ഇൻഫിനിറ്റി ആയി മാറും. e raised to മൈനസ് ഇൻഫിനിറ്റി മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് e raised to 0. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1 ബൈ എസ് മൈനസ് എ. e raised to മൈനസ് ഇൻഫിനിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. e raised to മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 1 ബൈ ഇൻഫിനിറ്റി ദാറ്റ്സ് ഈക്വൽ ടു 0 വരും. അപ്പം 0 മൈനസ് e raised to 0 1, that's equal to minus 1 by s minus a into minus 1, that's equal to 1 by s minus a. അപ്പോൾ e raised to at എന്ന് പറഞ്ഞ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ 1 by s minus a ആയിരിക്കും. ഇത് വെച്ചുള്ള എക്സാമ്പിൾസ് നോക്കണം. എക്സാമ്പിൾ, നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് e raised to 2t കണ്ടുപിടിക്കണം. ഇതൊരു e raised to at ഫോമിലാണ്, a ക്ക് പകരം 2 ആണുള്ളത്. അപ്പം ഇതിന്റെ ആൻസർ 1 by s minus a ആയിരിക്കും. a ഈ കേസിൽ 2, അപ്പോൾ 1 by s minus 2. വേറൊരു എക്സാമ്പിൾ, ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് e raised to 3t കണ്ടുപിടിക്കണം. ഈ കേസിൽ a 3 ആണ്, അപ്പോൾ 1 by s minus a എന്നുള്ളത് 1 by s minus 3 ആയി മാറും. അപ്പോൾ e raised to 3t ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ 1 by s minus 3. വേറൊരു എക്സാമ്പിൾ, ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് e raised to minus 5t. ഇത് ശരിക്കും നോക്കണം, എക്ക് പകരം മൈനസ് 5 ആണ്. അപ്പൊ 1 ബൈ എസ് മൈനസ് എ എന്നുള്ളത് എന്റെ സ്ഥാനത്ത് മൈനസ് 5 കൊടുക്കുമ്പോൾ 1 ബൈ എസ് പ്ലസ് 5 ആയി മാറും. അപ്പൊ e raised to മൈനസ് 5t ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ 1 ബൈ എസ് പ്ലസ് 5.
അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.